ബിഗ് ബോസ് സീസൺ 6 അനീതികളുടെ കൂമ്പാരമായ ഒരു സീസൺ. നെഗറ്റിവിറ്റി അല്ലാതെ വേറെ ഒന്നും തരാനില്ലാത്തൊരു സീസൺ തന്നെ പറയണം. ഇപ്പം രതീഷിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അങ്ങേയറ്റം അനീതിയാണ്. കാരണം ആദ്യം നന്നായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മനുഷ്യനെ എടുത്ത് പുറത്തിട്ടു. ഓക്കെ, പുറത്താക്കി അത് അതോടെ വിടാം. ഇപ്പം നിങ്ങൾ എന്തിനാ അയാളെ കൊണ്ടുവന്നിരിക്കുന്നത്? ഗസ്റ്റായിട്ടാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അയാളുടെ കൂടെ കയറി എല്ലാവരും കളിക്കുക, ഇയാളുടെ 2 കൈയും കെട്ടി ഒരു നോക്കുകുത്തിയെ പോലെ അവർ കളിക്കുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. പോരാത്തതിന് ഓരോ ടാസ്ക് വരുമ്പോഴും വളരെ ആഗ്രഹത്തോടെ അയാൾ ചോദിക്കുകയാണ്, ബിഗ് ബോസ് എനിക്കിത് കളിക്കാൻ പറ്റുമോ, എനിക്കിത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് പവർ റൂം കയറാൻ പറ്റുമെന്ന്. എന്നാണ് ബിഗ് ബോസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. ഷോ ഒന്ന് പോസിറ്റീവ് ആക്കാനാണെങ്കിൽ അയാൾക്ക് കളിക്കാനുള്ള പവർ കൊടുക്കൂ. അല്ലാതെ അയാളെ ഒരു നോക്കുകുത്തിയായിട്ട് അവിടെ ഇരുത്തുന്നത് ഭയങ്കര കഷ്ടമാണ്. അയാളുടെ കൂടെ തന്നെ കയറിയ ബാക്കി എല്ലാവരും അയാളെ ഒരു പുച്ഛത്തോടെയാണ് നോക്കുന്നത്. അയാൾക്ക് കളിക്കാൻ പറ്റാതെ നിസ്സഹായ അവസ്ഥയിൽ അത് നോക്കിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു കാര്യമാണ്. ഇത് മുൻപത്തെ സീസണിൽ ആരെങ്കിലും വന്ന് ചലഞ്ചറായി നിൽക്കുകയാണെങ്കിൽ അത് വേറെ കാര്യം. ഇത് അങ്ങനെയല്ല, അയാളുടെ കൂടെ കയറിയ ആൾക്കാരാണ്. അയാളത് എന്തുമാത്രം മെൻ്റൽ ട്രോമ ഉണ്ടാക്കും. അല്ല, നിങ്ങൾ അയാളെ ഇനി സ്ഥിരമായി നിർത്താനാണ് പോകണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. 2-3 ദിവസം കഴിഞ്ഞ് ഇതൊരു ട്വിസ്റ്റാണ്, അയാൾ സ്ഥിരമായി നിർത്തുകയാണ്, അയാളൊരു കണ്ടസ്റ്റൻ്റ് ആണ്, റീ എൻട്രി ആണെന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ. പക്ഷേ ഇപ്പം അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വല്ലാത്ത മാനസികാവസ്ഥയാണ്. അയാൾ കൊണ്ട് പിടിച്ചു നിൽക്കുകയാണ്. അയാൾക്ക് ഈ ഷോവിനോടുള്ള ബഹുമാനം കൊണ്ടും അയാൾക്ക് കളിക്കാൻ അത്ര അധികം ആഗ്രഹമുള്ളത് കൊണ്ടും മാത്രം അയാൾ പിടിച്ചു നിൽക്കുന്നതാണ്. ഇനി രതീഷിനെ നിർത്താതെ നിങ്ങൾ പുറത്തയക്കുകയാണെങ്കിൽ ഇത് അയാളെ വിളിച്ചു വരുത്തി അവമാനിക്കുന്നതിന് തുല്യമാണ്. 2ാമത്തെ തവണയും വിളിച്ചു വരുത്തി നിങ്ങൾ അവമാനിച്ച് അയാളെ വിടുകയാണ്. പിന്നെ ഈ ഷോയിൽ നിന്ന് വേറൊന്നും പ്രതീക്ഷിക്കാനില്ലല്ലോ. നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല.